Dears, welcome back to our channel. So +1 പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന 1 മാർക്ക് ചോദ്യങ്ങളാണ് ഇംപ്രൂവ്മെന്റുകാർക്കും എല്ലാം യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമ്മൾ ചാപ്റ്ററിലേക്ക് ക്വസ്റ്റിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. The reactant that gets completely consumed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന ആളല്ലേ? ആദ്യം തീർന്നു പോകും, കംപ്ലീറ്റ് ആയിട്ട് ആദ്യം കൺസ്യൂം ചെയ്യപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. ലിമിറ്റിംഗ് ആയിട്ടുള്ള which of the following is isoelectronic with Na+? Na+ന്റെ സെയിം ഇലക്ട്രോൺസ് ഉള്ള ആളെയാണ് ചോദിക്കുന്നത്. മക്കളെ Na+ന്റെ കയ്യിൽ 10 ഇലക്ട്രോൺ ആണ്. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആയിരുന്നു. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 10 ഇലക്ട്രോൺ ആയി മാറി. അപ്പൊ 10 ഇലക്ട്രോൺ ഉള്ളത് ആരാണെന്ന് നോക്കാം. ഇവിടെ ഫ്ലൂറിൻ 11, അപ്പോൾ 9 ആണ്. ഫ്ലൂറിൻ 9 ആണ്. O2- എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. 8 2 മൈനസ് വാങ്ങി, 2 മൈനസ് 2 ഇലക്ട്രോൺ വാങ്ങി 10. യെസ്, അപ്പൊ ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ളത് O2-. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. LiCl has more covalent character than NaCl. LiCl ന് കോവലന്റ് ക്യാരക്ടർ കൂടുതൽ ആരെക്കാളും NaCl-നേക്കാളും. ഫെജാൻസ് റൂൾ ആണ്. രണ്ടാമത്, the greater the charge on cation, greater the covalent character. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് അല്ല. കാരണം ചാർജ് രണ്ടുപേർക്കും സെയിം അല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. NH3-യുടെ കോൺജുഗേറ്റ് ആസിഡിനെ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, എച്ച് ഒഴിവാക്കുക, ബാക്കിയുള്ളതിന് മൈനസ് കൊടുക്കുക. NH3 എച്ച് ഒഴിവാക്കുക, ബാക്കി വരുന്നതിന് മൈനസ് കൊടുക്കുക. NH2 മൈനസ്. H+ പോയി. നെയിം ദ ടെക്നിക് അപ്ലൈഡ് ടു സെപ്പറേറ്റ് ഗ്ലിസറോൾ ഫ്രം സ്പെൻലൈൻ സോപ്പ് ഇൻഡസ്ട്രി. അതായത് ഗ്ലിസറോൾ സ്പെൻലൈനും സോപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഏത് മെത്തേഡ് ആണെന്ന് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ്. ഡിസ്റ്റിലേഷൻ അണ്ടർ reduced pressure. Yes, മക്കളെ അടുത്ത ചോദ്യമാണ്. How many significant figures are present in 1 മാർക്കിന് ചോദിക്കാൻ സ്ഥിരം സാധ്യതയുള്ളതാണ്. 18.42 ആണ്, 18.42. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. 0.0004 ഇതിൽ 4 മാത്രമാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ടാമത്തേതിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BCl3. ബോറോണിന് ചുറ്റും എത്ര ബോണ്ട് ഇട്ട് നോക്കിയാൽ മതി. ബോറോണിന് ചുറ്റും 2 പേരാണെങ്കിൽ sp ആണ്, 3 ആണെങ്കിൽ sp2, 4 ആണെങ്കിൽ sp3, 5 ആണെങ്കിൽ sp3d, 6 ആണെങ്കിൽ sp3d2. ഇവിടെ 3 പേരായതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp2. ഐഡന്റിഫൈ ദ ലൂയിസ് ബേസ് അമംഗ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ വേണം, 1 ലോൺ പെയർ ആയിരിക്കും വേണം. സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ വേണം, അതിൽ 1 ലോൺ പെയർ ആയിരിക്കും വേണം. അതാണ് NH3 H2 കേട്ടോ. 2 ലൂയിസ് ബേസാ, NH3 H2. ഇതിൽ NH3 ഉണ്ട്. യെസ്, അമോണിയാണ് ആൻസർ. എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സൾഫർ. സൾഫറിന്റെ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്. സൾഫറിന്റെയും ഹാലോജന്റെയും ഒക്കെ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാരിയസ് മെത്തേഡ്. കാരിയസ് മെത്തേഡ്. അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് വിത്ത് സിംബൽ UUS. UUS ആണ് സിംബൽ. മക്കളെ U എന്ന് പറഞ്ഞാൽ 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. അഗൈൻ U ആണ് 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. S സെപ്റ്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ അറ്റോമിക് നമ്പർ 117. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം, the number of moles of solute present in 1 liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി ആണ്, മൊളാരിറ്റി ക്യാപിറ്റൽ. which is temperature dependent. അതും കൂടി ഓർത്തു വെക്കുക. RT. The element with the outer electronic configuration 3s2 3p3. 3p3 belongs to which block? ഏത് ബ്ലോക്കിലാണെന്നാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് P സബ്ഷെല്ലാണ്. സോ P ബ്ലോക്ക് എലമെന്റ് ആണ്. അവസാന ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരുന്നു അതാണ്. The hybridization of ethyl molecule. ethyl എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ടിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. യെസ്. ആൻഡ് അടുത്ത ചോദ്യം ഇതാണ്. which among the following is a ലൂയിസ് ആസിഡ്? തന്നിരിക്കുന്നത് ലൂയിസ് ആസിഡ് ആണ്. സെൻട്രൽ ആർത്തിൽ 6 ഇലക്ട്രോണുള്ള വരെ ലൂയിസ് ആസിഡുകൾ എന്ന് വിളിക്കും. BF3 ഒരു ലൂയിസ് ആസിഡ് ആണ്. യെസ്. which among the following is a group showing +R effect? OH ഗ്രൂപ്പ്, NH ഗ്രൂപ്പ്, OCH3 ഗ്രൂപ്പ്, ClBrI ഇതൊക്കെയാണ് +R ഗ്രൂപ്പുകൾ. OH, NH2, OCH3, ClBrI. അപ്പൊ OH ഗ്രൂപ്പ് ഒരു +R ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്തത് 3d5 4s1 ഏത് ബ്ലോക്കിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4s1 കണ്ടിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ എസിൽ എന്ന് കരുതരുത്. 3dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത്. സോ D ബ്ലോക്ക് എലമെന്റ് ആണ്. D ബ്ലോക്ക് എലമെന്റ്. റേഡിയൽ നോഡുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 4pയിലുള്ള റേഡിയൽ നോഡുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? RT n-1 ആണ്. n-l- ഇത് L ആണ് കുഞ്ഞുങ്ങളെ. 4p എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ 4 ആണ്, L-ന്റെ വാല്യൂ S-ന് 0 ആണ്, P-ക്ക് 1 ആണ്. 4 - 1 - 1 which is equal to 2.
The species that can form both conjugate acid and conjugate base. Conjugate acid ഉം conjugate base ഉം ഫോം ചെയ്യാൻ കഴിയുന്നത് ഏത് സ്പീഷീസിനാണ്? അപ്പൊ ഏതിനാണ് കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടും കോൺജുഗേറ്റ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ H2O കേസ് അത് H3O പ്ലസ് ആയി മാറും, എന്തായി മാറി? OH മൈനസ് ആയി മാറി അല്ലെ? അതായത് H പ്ലസിനെ വാങ്ങാനും പറ്റണം, H പ്ലസിനെ കൊടുക്കാനും പറ്റണം. അത്തരം സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആംഫോട്രിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, സോ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടും ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക H2O മാത്രമാണ്. ഓക്കെ, ആൻസർ ഇസ് H2O. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. വലിയ ബോയിലിംഗ് പോയിന്റിൽ വലിയ ഡിഫറൻസ് ഉള്ള വ്യത്യാസമുള്ള ആളുകളെ തമ്മിൽ വേർതിരിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ ആണ് അല്ലേ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് ആറ്റം ഇൻ ദ എലമെന്ററി ഫോം. എലമെന്ററി ഫോമിൽ ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇപ്പൊ നിങ്ങൾ സോഡിയം ഒറ്റയ്ക്ക് നിൽക്കുന്ന എടുത്താൽ, മഗ്നീഷ്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന എടുത്താൽ, H2 എടുത്താൽ, N2 എടുത്താൽ, O2 എടുത്താൽ, അവരുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. സ്റ്റോക്ക് നൊട്ടേഷൻ, MnO2 ന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. MnO2 മോളിക്കുലാർ ഫോർമുലയിലെ മെറ്റൽ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുക. മാംഗനീസ് ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, മാംഗനീസ് +4 ആണ്. സോ Mn അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽ എഴുതുക, വെളിയിലുള്ള O2 നെ അങ്ങനെ തന്നെ ഇടുക. ദിസ് ഈസ് എ സ്റ്റോക്ക് നൊട്ടേഷൻ ഫോർ MnO2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. The quantum number which gives the energy of an electron in an atom. Energy, main energy ലെവലുകളെ പറ്റി പറയുന്ന ക്വാണ്ടം നമ്പർ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. യെസ്, അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. ഈ കൂട്ടത്തിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടിയത് ഈ കൂട്ടത്തിൽ ക്ലോറിൻ ആണ്. ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും കമ്പാരിസൺ എപ്പോഴും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഫ്ലൂറിനാണെന്ന് വിളിക്കും, സൈസ് കുറഞ്ഞുകൊണ്ട് ഫ്ലൂറിനല്ല ക്ലോറിനാണ്. യെസ്, സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പെറോക്സൈഡുകളിൽ -1 ഉം സൂപ്പർ ഓക്സൈഡുകളിൽ -1/2. Ready. The example of Lewis acid among the following is Lewis acid is BF3. BF3 ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The purification technique used to separate chloroform. ക്ലോറോഫോമിനെയും അനിലിനെയും തമ്മിൽ വേർതിരിക്കാൻ യൂസ് ചെയ്യുന്ന പ്യൂരിഫിക്കേഷൻ ടെക്നിക് ആണ് ചോദിച്ചിരിക്കുന്നത്. Distillation method ആണ് ഉപയോഗിക്കുക. Yes. Okay. The cold dilute aqueous solution of potassium permanganate is generally known as Bayer's reagent. Yes, Bayer's reagent. And next question. Who discovered proton? ശരിക്കും ഇതിന് രണ്ട് ആൻസർ ബോൾസ്റ്റീൻ അല്ലെങ്കിൽ റുദർഫോർഡ് എഴുതുന്ന കുട്ടികൾക്കും ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുക്കും. ആൻസർ കീയിൽ രണ്ടും ഉണ്ട്. ഹോട്ട് കോഫി ഇൻ എ തെർമോസ് ഫ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. Neither heat absorb nor heat liberate. എനർജി അബ്സോർബ് ചെയ്യല്ല, ലിബറേറ്റ് ചെയ്യല്ല. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം. sp3 ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ് sp3 ഹൈബ്രിഡൈസേഷൻ. ടെട്രാഹെഡ്രൽ. ഹൈഡ്രജൻ H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. സൂപ്പർ ഓക്സൈഡുകളിൽ -1/2. The molecular formula of glucose is C6H12O6 ആണെങ്കിൽ ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ എംപിരിക്കൽ ഫോർമുല എന്ത് കോമൺ ആയിട്ട് ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം C1H2O1 അതായത് CH2O എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ. റെഡി. The number of neutron in a bromine 3580. Yes, atomic number എന്ന് പറയുന്നതാണ് 35. അത് പ്രോട്ടോണിന്റെ എണ്ണമാണ്. Mass number atomic number minus ന്യൂട്രോൺ കിട്ടും. Yes, എത്ര കിട്ടും? 45 ആണ് കിട്ടുക അല്ലേ? ആൻസർ is 45. Right, the hybridization of carbon atom in ethane. CH3 ആണ്. കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ഒന്നും നോക്കാതെ പറയണം. Yes, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആർ നോൺ ആസ് ഗ്രൂപ്പ് 16. 16ാമത്തെ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ചാൽക്കോജനുകൾ. അത് 17 ആണെങ്കിൽ അവരെ ഹാലോജൻസ് എന്നാണ് അറിയപ്പെടുക. Yes. Okay. Among H2O, NH3, CO2 and CH4, which are the molecules the least bond angle? ഏറ്റവും കുറഞ്ഞ ബോണ്ട് ആംഗിൾ ആർക്കാന്ന് വെച്ചാൽ H2O ആണ്. കാരണം സെൻട്രൽ ആറ്റത്തിൽ 2 ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറിന്റെ എണ്ണം സെൻട്രൽ ആറ്റത്തിൽ കൂടുതലും ബോണ്ട് ആംഗിൾ കുറയും. Yes, H2O is the answer. Which of the following is not a state function? തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദ്യം. ആൻസർ ഈസ് വർക്ക്. വർക്ക് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. യെസ്, അടുത്ത ചോദ്യം. An acidic solution, pH greater than 7, pH less than 7, pH equal 7. ഏതാ pH less than 7 അല്ലേ? Yes, less than 7 ആയിരിക്കും acidic solution. Which one of the following is an extensive property? തന്നിരിക്കുന്നതിൽ extensive property, അതായത് intensive എന്ന് പറഞ്ഞാൽ independent of quantity of matter ആണ്. അപ്പൊ extensive എന്ന് പറഞ്ഞാൽ ഡിപെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്. അത് ഏതാണ്? ടെമ്പറേച്ചർ, പ്രഷർ, ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി ഒരു extensive property. ബാക്കി എല്ലാവരും intensive ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. റേഡിയൽ നോഡ് 3p ഓർബിറ്റലിന്റെ റേഡിയൽ നോഡുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n - l-1 ആണ്. n വാല്യൂ 3 ആണ്, l വാല്യൂ 1 ആണ്. സോ 3 - 1 - 1 എന്ന് പറയുന്നത് 1 ആണ്. 1 ആണ് ആൻസർ. Which of the following cannot act both as Bronsted acid and base?
ബ്രോൺസ് ടാസ്ഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാത്ത കാർബൺ ഡൈ ഓക്സൈഡ്. യെസ്, രണ്ടും സാധിക്കാത്തത്. ദ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ഇൻ ഓർത്തോ നൈട്രോഫീനോൾ. ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ട് വിത്തിൻ ദ മോളിക്യൂൾ, ഹൈഡ്രജൻ ബോണ്ട് ഉള്ളിൽ തന്നെ ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ ഹൈഡ്രജൻ. യെസ്, CuOടെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോപ്പർ +1 ആണ്. മെറ്റൽ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുക. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറൽ എഴുതുക. സോ +1 അല്ല, +2 ആണ്. +2, യെസ്, +2. അപ്പോ +2 റോമൻ ന്യൂമറൽ ബ്രാക്കറ്റിൽ ഇടുക, വെളിയിലുള്ള ഓക്സിജൻ എഴുതുക. ദിസ് ഈസ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഫോർ CuO. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ അപ്പൊ ഡിസ്കസ് നന്നായിട്ട് ചെയ്യുന്നത്. പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.